അപകടം പതിയിരിക്കുന്ന കുത്തിറക്കവും കൊടും വളവുകളുമാണ് ഇടുക്കി കുത്തുങ്കൽ മയിലാടുംപാറ റോഡിലുള്ളത്. അപകടക്കെണിയായി ഒന്നും രണ്ടുമല്ല കേട്ടോ, അതുവഴി പോകുമ്പോൾ ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. 15 കൊടും വളവുകളുണ്ട്. വട്ടക്കണ്ണിപ്പാറയ്ക്ക് സമീപമാണ് ഒടുവിൽ അപകടം നടന്നത്. കുത്തുങ്കൽ പാലത്തിൽ നിന്ന് നിരവധി വാഹനങ്ങൾ പുഴയിൽ വീണിട്ടുമുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോകാം. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഗുഡ് ഈവനിംഗ്. എത്ര അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്? അവിടേക്ക് എത്തി നോക്കുമ്പോൾ അപകട സാധ്യത ഇത്രയും കൂടുതലായിട്ടും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? മുന്നറിയിപ്പ് ബോർഡുകളുണ്ടോ വളവിൽ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഈ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഹൈറേഞ്ചിൽ നടക്കുന്ന റോഡുകളിൽ ഒന്നാണ് ഈ കുത്തുങ്കൽ മയിലാടുംപാറ റോഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ അപകടം നടന്നിരിക്കുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനം ഇവിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ വളവ് തിരിഞ്ഞു പോകുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതെങ്കിൽ പോലും 2 പേർ മരണപ്പെട്ടിരുന്നു ഈ സംഭവ സ്ഥലത്ത് തന്നെ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള 15ഓളം വളവുകളാണ് ഈ റോഡിൽ ഉള്ളത്. ഈ റോഡ് കുത്തിറക്കം നിറഞ്ഞ 4 കിലോമീറ്റർ റോഡാണ്. വളരെ അപകടം നിറഞ്ഞിരിക്കുന്ന റോഡാണ്. റോഡൊക്കെ നന്നായി നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടേക്ക് ഇറങ്ങി വരുന്ന തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ആളുകളുടെ പരിചയക്കുറവും അതുപോലെ തന്നെ അമിത വേഗതയും വലിയ അപകടങ്ങൾക്ക് ഇവിടെ വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 15 വളവുകൾ ഞാൻ സൂചിപ്പിച്ചതൊക്കെ തന്നെ ജനവാസ മേഖലയിലൂടെയുള്ള ഇല്ലെങ്കിൽ ആളുകളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. അവർക്കൊക്കെ ഉറക്കമില്ലാത്ത ഒരു സാഹചര്യമാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയിൽ ബൈക്ക് അപകടം ഉണ്ടായിരുന്നു അല്ലേ? ബൈക്ക് അപകടം ഉണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ട്രാവലർ വാഹനം ഇതിന് തൊട്ട് മുകളിലത്തെ വളവിൽ മറിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് ബ്രേക്ക് പോയിട്ട് പിന്നെ പലപ്പോഴും എൻ്റെ വീട് തൊട്ട് മുകളിലാണ്. എൻ്റെ വീട്ടിലേക്കുള്ള റോഡിൽ കൂടെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനങ്ങൾ ഓടിച്ച് കയറ്റി കൊണ്ടുവന്ന് നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിൽ സൈൻ ബോർഡുകളില്ല. സൈൻ ബോർഡ് എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ വരുന്നത് കൊണ്ട് അത് പല ഭാഷയിലുള്ള ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങിയ ഭാഷകളിലുള്ള സൈൻ ബോർഡുകളാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ലാസ്റ്റ് അപകടം ഉണ്ടായ സമയത്ത് ഈ RDO അടക്കം പരിശോധന നടത്തി ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ്. അതെ, അത് എല്ലാവർക്കും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അവർ വന്ന കാര്യങ്ങളെല്ലാം സൈൻ ബോർഡ് സഹിതമുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോയതുമാണ്. ഈ പരിചയക്കുറവ് കൂടുതലായിട്ട് അപകടങ്ങൾ അതെ പരിചയക്കുറവാണ് കൂടുതലും അപകടം പതിയിരിക്കുന്ന കുത്തുങ്കൽ മയിലാടുംപാറ ആ ഒരു വളവിന്റെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ. സന്ദീപ് രാജാക്കാട്, അതുവഴി ഒരു വാഹനം കടന്നു പോകുമ്പോൾ മറ്റൊരു വാഹനം എതിരെ വന്നാൽ ആ കടന്നു വരുന്ന ആളുകൾക്ക് കൃത്യമായ അപകട സാധ്യത മുന്നറിയിപ്പുകൾ നൽകാൻ അവിടെ സാധിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒക്കെ കടന്നു പോകുന്ന വഴിയാണ്. ഇപ്പോൾ സന്ദീപ് രാജാക്കാടാണ് കുത്തുങ്കൽ പാലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക്